കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ാദി ഋഷീശ്വരന്മാരുടെ മുൻപിലേക്ക് ഭാഗവത കഥാമൃതത്തെ അനവരതം ഒഴുക്കാനായി ശ്രീശുക ബ്രഹ്മഋഷിയുടെ ശിഷ്യനായ ഉഗ്രശ്രവസ് എത്തിച്ചേരുന്നതായ രംഗമാണ് മുൻപ് പ്രഭാത വേളയിൽ നമ്മൾ അനുസ്മരിച്ചത്. പുംസാം ഏകാന്തദശ്രയ തന്ന സംസിതുമർഹസി. ഈ ലോകത്തിലേക്ക് ജനിച്ച് നിമിഷം മുതൽ നമ്മളൊക്കെ തുടങ്ങിയ അന്വേഷണമാണ് സുഖം എവിടെ കിട്ടും എന്നുള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പലതിലും ഈ അന്വേഷണം നമ്മൾ മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് മുൻപിൽ അതിനുള്ള ഉത്തരമാണ് ഭാഗവതം പാടിത്തരുന്നത്. എല്ലാ തരത്തിലും ഗംഗാതീരത്ത് വെച്ച് ശുകപരീക്ഷിത്ത് സംവാദ രൂപത്തിൽ താൻ അനുഭവിച്ചതായ ശ്രീമദ് ഭാഗവത കഥയെ ഹേ ശൗനകാദികളെ നിങ്ങൾക്കായി ഞാൻ പാടിത്തരാം എന്ന് ഉഗ്രശ്രവസ് പറഞ്ഞ സമയത്താണ് ഞങ്ങൾക്ക് ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒന്ന് പാടണം. ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞാൽ അതും ഭാഗവതായി. ഭാഗവതത്തിലുള്ളത് പറയണം, അത് ഭാഗവതാണ്. ഭാഗവതത്തെ പറ്റി പറഞ്ഞാൽ അതും ഭാഗവതാണ്. ഭാഗവതന്മാരെ കുറിച്ച് പാടിയാൽ അതും ഭാഗവതാണ്. അതുകൊണ്ട് കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാ കേന ഹേതുന കുതഃ സഞ്ജോതിത കൃഷ്ണ ഏതദാഖ്യാഹി മേ ഗുരോ. ഏത് യുഗത്തിലാണ്, ആര് പറഞ്ഞിട്ടാണ്, എന്തിനു വേണ്ടിയാണ് വ്യാസമഹർഷി ഈ ഭാഗവതത്തെ ചമച്ചത് ചോദിച്ചപ്പോഴാണ് ഭാഗവത ഉൽപ്പത്തി എന്ന പ്രകരണത്തെ പാടുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലായി പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ ആയി അവതരിച്ചു. പല അവതാരങ്ങളും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ധർമ്മത്തിന് ഗ്ലാനി വരുമ്പോൾ അവിടെ ആ ധർമ്മത്തെ പിടിച്ചു നിർത്താനായി ഭഗവാൻ അവതാരങ്ങളെ കൈക്കൊള്ളും. സംഭവാമി യുഗേ യുഗേ അല്ലേ? ഓരോ യുഗങ്ങളിലും ഓരോ പ്രകാരത്തിൽ ആ ഈശ്വര ചൈതന്യം ധർമ്മസംരക്ഷണത്തിനായിട്ട് ഇറങ്ങി വരാറുണ്ട്. ആ ഇറങ്ങി വരുന്നതിനെയാണ് നമ്മൾ അവതാരം എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചത്, വ്യാസനായി അവതരിച്ചത് ആ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയിട്ട് തന്നെ. അപ്പം ധർമ്മത്തെ സ്ഥാപിക്കണമെങ്കിൽ എന്തു വേണം? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം അല്ലേ? ഒരു വൃക്ഷം അത് നിലനിൽക്കുന്നത് അതിൻ്റെ വേരിലാണ്, വേരിൻ്റെ ബലത്തിലാണ് വൃക്ഷം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വൃക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കുന്നതും വളം ഇടുന്നതും ഒക്കെ അതിൻ്റെ അടി ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വലിയ മരമാണ്, അടിയിൽ വേരൊക്കെ പോയി എന്ന് വെച്ചാൽ ഈ മരങ്ങ് വീഴും, അത് ബാക്കിയുള്ളവർക്ക് അപകടമാവും. ഇതുപോലെ ധർമ്മം എന്നത് വലിയൊരു വൃക്ഷമാണെന്ന് വിചാരിക്കുക.
ആ വൃക്ഷം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? നല്ല വേരുകൾ വേണം. ഏതാ വേരുകൾ? വേദോഖിലോ ധർമ്മമൂലം. അല്ലേ? മനുസ്മൃതിയിൽ മനു പറയും, ധർമ്മമാകുന്ന വൃക്ഷത്തിൻ്റെ വേരുകൾ അത് വേദങ്ങളാണ്. അപ്പം വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? വേദത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കണം. വേദത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കണം. വേദം അറിഞ്ഞവൻ ഒരിക്കലും ധർമ്മത്തെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കില്ല. വേദം അറിഞ്ഞവൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം വേദം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിവ് എന്നാണ്. അല്ലേ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം. അപ്പോഴാണ് വേറൊരു ചോദ്യം, എന്തിനെ കുറിച്ചിട്ടുള്ള അറിവായി വേദം? ഈ ലോകത്തിൽ പലതരത്തിലുള്ള അറിവുകളുണ്ട്. അല്ലേ? എൻ്റെ അറിവ് വേറൊരാൾക്ക് വേറൊരു തരത്തിലുള്ള അറിവ്. ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ള ശേഷികളൊന്നും ഇല്ല, പക്ഷെ അയാൾക്ക് വേറൊരു തരത്തിലുള്ള അറിവ്. അപ്പോൾ പലതരത്തിലുള്ള അറിവുകൾ ഈ ലോകത്തിൽ പലരിലും ഉണ്ട്. നമുക്ക് തന്നെ പലരെ കുറിച്ചിട്ടുള്ള അറിവുകളും ഉണ്ട്. അല്ലേ? സിനിമാ നടന്മാരെ കുറിച്ച് നമുക്കറിയാം, ക്രിക്കറ്റ് കളിക്കാരെ കുറിച്ച് നമുക്കറിയാം, രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്കറിയാം. ഇപ്പം പലതിനെക്കുറിച്ചും നമ്മൾ അറിയണുണ്ട്. അപ്പോൾ ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണെങ്കിൽ വേദം ആരെ കുറിച്ചിട്ടുള്ള അറിവാ തരുന്നത്? അപ്പോഴാണ് വേദം എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ്? അറിയേണ്ട ആളെ കുറിച്ചിട്ടുള്ള അറിവ്. യാതൊരാളെ അറിഞ്ഞാലാണോ ഈ പറഞ്ഞ സകല അറിവും അയാൾ തരുന്നതാണ് എന്നറിയുക. ഇല്ലെങ്കിൽ അറിവ് നമുക്ക് തരുന്നത്, അറിവായി നമ്മുടെ ഉള്ളിൽ യാതൊരാൾ നിലനിൽക്കുന്നുവോ അവനെ കുറിച്ചിട്ടുള്ള അറിവാണ് വേദം. എത്ര ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞ് തലമണ്ടയിൽ കയറ്റിയിട്ടും കാര്യമില്ല. ഏതോ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് കൃത്യമായി അതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ചെറിയതാ നമ്മുടെ ഈ തലച്ചോറ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ എത്ര MB ഉണ്ടാവും? MB അല്ല, GB ഉണ്ടാവും. GB പോരാ. അല്ലേ? അപ്പോൾ ഇത്ര ചെറിയൊരു മെമ്മറി കാർഡിനകത്തേക്ക് എത്രയോ വലിയ സാധനങ്ങൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് കയറ്റാൻ പറ്റിയിട്ടില്ലേ? അതൊരു കഴിവാണേ. അല്ലേ? മെമ്മറി കാർഡ് കണ്ടിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്ര ചെറിയ സാധനത്തിനുള്ളിലാണ് 3 മണിക്കൂറുള്ള സിനിമ 10 എണ്ണം കയറിയത്. ഇത്ര ചെറിയ സാധനത്തിനുള്ളിലാണ് 1500 പാട്ട് കയറിയത്. ഇത്ര ചെറിയ സാധനത്തിനുള്ളിലാണ് 2000 ഫോട്ടോകൾ കയറിയത്. അതൊരു കഴിവ് തന്നെയാണ്. അല്ലേ? അത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രകടമായ ഒരു കഴിവ് തന്നെയാണ്. പക്ഷേ ഭാഗവതം പറയേണ്ടത് എന്താ അറിയോ? ഇങ്ങനെ ഒരു സാധനത്തിനുള്ളിലേക്ക് ഇത്രയും ഡാറ്റകൾ, ഇത്രയും സാധനങ്ങൾ ചുരുക്കി കയറ്റാൻ ഒരുത്തന് ബുദ്ധി ഉണ്ടായി എന്ന് വിചാരിക്കുക. അവന് ആ ബുദ്ധി കൊടുത്ത ചൈതന്യം എത്ര ബുദ്ധിയുള്ളതായിരിക്കും? അല്ലേ? ഇങ്ങനൊരു സാധനത്തിനുള്ളിലേക്ക് ഇത്രയും കയറ്റാൻ അവനിത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ആ ബുദ്ധി കൊടുത്ത ഒരു ചൈതന്യം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ. അത് എത്ര മഹത്തായതായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലും യാതൊന്നിനെ കുറിച്ച് അറിയുമ്പോഴാണോ ഈ അറിവ് മുഴുവൻ നമുക്ക് കിട്ടുന്നത് അവൻ്റെ കടാക്ഷമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ആ ഈശ്വരനെ കുറിച്ചിട്ടുള്ള, ആ പരബ്രഹ്മത്തെ കുറിച്ചിട്ടുള്ള, ആ പരമാത്മാവിനെ കുറിച്ചിട്ടുള്ള, ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവിനെയാണ് എന്ത് വിളിക്കുക? വേദം എന്ന് വിളിക്കുക. അപ്പോൾ വേദത്തെ അറിഞ്ഞാൽ അവൻ ധർമ്മത്തെ ഒരിക്കലും നശിപ്പിക്കില്ല. അല്ലേ? അറിവിനെ നേടിയാൽ പിന്നെ അവൻ അറിവില്ലായ്മ ചെയ്യില്ല. ഇതേത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അല്ലേ? ഏത് ഒരു സഭയിലാണെങ്കിലും, ഒരു ബസ്സിലാണെങ്കിലും, ഒരു കടയിലാണെങ്കിലും, ഒരു ഹോട്ടലിലാണെങ്കിലും, ഇനി വീട്ടിലാണെങ്കിലും തന്നെക്കുറിച്ച്, താൻ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവുള്ള ഒരാൾ ഒരിക്കലും ഒരു ബഹളത്തിനിടയാക്കില്ല. അല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും
വേദം. അതിനെന്തു ചെയ്തു വ്യാസൻ? എല്ലാവർക്കും അറിയാൻ പാകത്തിന് 4ആയിട്ട് വിഭജിച്ചു. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം എന്നിങ്ങനെ ആ വേദത്തെ 4ആയിട്ട് വിഭജിച്ചു വ്യാസൻ. 4ആയി വിഭജിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ 4 പ്രമുഖരായ ശിഷ്യന്മാർക്ക് അത് പകർന്നു കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കൂ. അങ്ങനെ വ്യാസൻ വേദത്തെ വിന്യസിച്ചു, 4ആയി പകുത്തു. വേദവ്യാസൻ രചിച്ചതല്ല വേദങ്ങൾ, അത് ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ കൂടി വിനിർഗളിച്ചതാണ്. ആ 4 മുഖങ്ങളിൽ കൂടി വിനിർഗളിച്ചതായ വേദത്തെ 4ആയി വിന്യസിച്ചതുകൊണ്ട് വ്യാസന് പിന്നീട് എന്തുണ്ടായി? വേദവ്യാസൻ എന്ന പേരുണ്ടായി. അപ്പോൾ ഈ വേദവ്യാസൻ വേദത്തെ ലോകത്തിലെങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ആൾക്കാരൊക്കെ വേദം ചൊല്ലാൻ തുടങ്ങി. പക്ഷേ ഈ വേദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം സംസ്കൃതം ഭാഗവതം തന്നെ വായിക്കുമ്പോൾ കുറച്ചറിയുന്ന ആൾക്കാർക്ക് വേഗം മനസ്സിലാവും. കഥയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അല്ലേ, ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥയാണ് പാരായണം ചെയ്യണത് എന്ന് ഗജേന്ദ്ര ഉവാച എന്നുള്ളൊരു വരി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ. ഉദ്ധവന്റെ കഥയാണ് പാരായണം ചെയ്യണത് എന്ന് ഉദ്ധവ എന്നുള്ള ഒരു നാമം കേൾക്കുമ്പോൾ ഉദ്ധവനുമായിട്ട് എന്തോ പറയണ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരീക്ഷിതു വാച എന്ന് പറഞ്ഞാൽ പരീക്ഷത്തിൻ്റെ കഥയാണ്. ഭാഗവതാണെന്നെങ്കിലും മനസ്സിലാവുമല്ലോ. എന്നാൽ വേദത്തിൻ്റെ സംസ്കൃതം ഇതിനേക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ളതാണ്. ആ വേദസംസ്കൃതം എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വേദങ്ങൾക്ക് സ്വരം, അനുസ്വാരം അത് നീട്ടിയിട്ടും ചുരുക്കിയിട്ടും ഒക്കെ അർത്ഥം മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ സ്ഫുടതയോട് കൂടിയിട്ട് കൃത്യമായ സ്വരത്തോടു കൂടിയിട്ട് ചൊല്ലിയാലേ വേദം അതിൻ്റെതായ ഫലം തരുള്ളൂ. അപ്പോൾ വേദത്തെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ വേദത്തെ കൈകാര്യം ചെയ്യാൻ സാധാരണക്കാർക്ക് ചിലർക്ക് പറ്റുന്നില്ല, ചിലർ മാത്രം അത് കൈകാര്യം ചെയ്യുന്നു കൊണ്ട് കണ്ടപ്പോൾ വ്യാസൻ എന്ത് ചെയ്തു? മറ്റ് സാധാരണക്കാർക്ക് കൂടി അതിൻ്റെ അർത്ഥം ലളിതമായി മനസ്സിലാക്കാൻ, വേദത്തെ മുഴുവനായിട്ടൊന്നും മനസ്സിലാക്കേണ്ട, ആ വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നതായ ആപ്തവാക്യങ്ങളുണ്ട്, മഹാവാക്യങ്ങളുണ്ട്. മഹാവാക്യം എന്ന് പറയുമ്പോൾ വലിയ വാക്യം എന്നല്ല, അത് വളരെ ചെറുതാണെങ്കിലും അത് വളരെ ഘനമുള്ളതായിരിക്കും, അർത്ഥവ്യാപ്തിയുള്ളതായിരിക്കും. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതൊക്കെ മഹാവാക്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതായ വേദത്തിൻ്റെ സാരമായിരിക്കുന്ന മഹാവാക്യങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായി വ്യാസൻ എന്ത് ചെയ്തു? ഈ വാക്യത്തിനനുസരിച്ചിട്ട് പല കഥാഭാവങ്ങളും ചമച്ചു. അങ്ങനെയാണ് വ്യാസൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പുരാണങ്ങൾ സൃഷ്ടിച്ചത്. പുരാണങ്ങളെ രചിച്ചു. പലർക്കു വേണ്ടിയിട്ടും പലതരത്തിലുള്ള പുരാണങ്ങൾ അല്ലേ. ഇപ്പോൾ എനിക്ക് മഹാവിഷ്ണുവിനെയാണ് ഇഷ്ടം, വിഷ്ണു ഭക്തനാണ്. എന്നാൽ അവിടെ വിഷ്ണുവാണ് എല്ലാത്തിനും കേമൻ എന്ന് പുകഴ്ത്തുന്നതായ വിഷ്ണു പുരാണം. അല്ല, എനിക്ക് മഹാദേവനാണ് എന്നാൽ അതിനുള്ള പുരാണങ്ങൾ, എനിക്ക് ബ്രഹ്മാവാണ് എന്നാൽ അതിനുള്ള പുരാണങ്ങൾ. അല്ല, അഗ്നിയല്ലേ പ്രത്യക്ഷമായ ഈശ്വരൻ എന്നാൽ അഗ്നിക്ക് വേണ്ടിയിട്ടുള്ള, അഗ്നിയെ യജിക്കുന്നവർക്ക് അഗ്നിപുരാണം, വായുപുരാണം, ഗരുഡപുരാണം, ഇങ്ങനെ ഓരോ തരക്കാർക്ക് വേണ്ടിയിട്ടും ഓരോ പുരാണങ്ങൾ. ഈ പുരാണങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയം വരും. ഒന്നിൽ പറയും ശിവനാണ് ഏറ്റവും ഉള്ളതെന്ന്, മറ്റൊന്നിൽ പറയും വിഷ്ണുവാണ് ഏറ്റവും ഉള്ളതെന്ന്, മറ്റൊന്നിൽ പറയും സുബ്രഹ്മണ്യനാണ് ഏറ്റവും ശക്തിയെന്ന്. അപ്പോൾ നമുക്ക് സംശയം തോന്നരുത്. കാരണം ഇതിലെ കൂടിയൊക്കെ പറയുന്നത് ഒരേ പരമശക്തിയെക്കുറിച്ചാണ്, ഇതിൽ കൂടി പറയുന്നത് ഒരേ സത്യത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളുടെ ഇടത്തേ കണ്ണും വലത്തേ കണ്ണും പ്രകാശിക്കുന്നത് ഒരേ ചൈതന്യം അതിനനുഗ്രഹം ചൊരിയുന്നത് കൊണ്ടാണ്. ഇതുപോലെ എല്ലാ തരത്തിലും ഓരോരുത്തരുടെ സൗകര്യത്തിനായിട്ട്, ഇഷ്ടത്തിനായിട്ട് പുരാണങ്ങളെ രചിച്ചു കൊടുത്തു. ആ പുരാണ കഥകളിൽ കൂടിയിട്ട് കഥയിൽ കൂടിയിട്ട് കാര്യത്തിലേക്ക് കടക്കാൻ അവർക്ക് മാർഗമൊരുക്കി കൊടുത്തു വ്യാസമഹർഷി. പക്ഷേ ആൾക്കാരെന്ത് ചെയ്തു എന്നറിയോ? ഈ കഥയിൽ മാത്രം അവിടെ കുടുങ്ങി നിന്നു.
കഥയിൽ കുടുങ്ങി നിന്നു. അതുകൊണ്ട് എത്തേണ്ട ആ ലക്ഷ്യത്തിനെ കുറിച്ച് ആൾക്കാർ മറന്നു. കുറേ ആൾക്കാർ കഥയുടെ സംശയവുമായിട്ട് നിൽക്കാൻ തുടങ്ങി. ഇതെന്താ അങ്ങനെ പറയുന്നത്, ആ പുസ്തകത്തിൽ ഇങ്ങനെയല്ലല്ലോ കണ്ടത്, ഇങ്ങനെ സംശയങ്ങളുമായിട്ട് കുറേ ആൾക്കാർ നിൽക്കാൻ തുടങ്ങി. ചില ആൾക്കാർ ഈ പുരാണം എന്ന് പറയണത് നമുക്ക് മനസ്സിലാവാത്തതാണെന്നും അത് വയസ്സന്മാർക്കുള്ള ഒരു പരിപാടിയാണ്. എന്ത് പുരാണ പാരായണം. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് തലമുടി നരച്ച് ഇനിയൊന്നിനും കൊള്ളില്ല, എന്നാ പിന്നെ ഇനി ഭാഗവതം കേൾക്കാൻ പോവാം, പുരാണം കേൾക്കാൻ പോവാം, അങ്ങനെ ഒരു പ്രായത്തിൽ മാത്രം കേൾക്കേണ്ട സാധനമാണിത് എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ പുരാണത്തെ കുറച്ച് ആൾക്കാരൊക്കെ മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ വ്യാസന് വലിയ സങ്കടമായി. എല്ലാവരും ജപിക്കണം, എല്ലാവരും കേൾക്കണം, എല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ട് ഇതി ഭാരതമാഖ്യാനം, അങ്ങനെയാണ് വ്യാസമഹർഷി മഹാഭാരതത്തെ നിർമ്മിച്ചത്. 1.25 ലക്ഷം ശ്ലോകങ്ങളാണത്രേ ഭാരതത്തിൽ. ആലോചിച്ചു നോക്കുക, എന്തിനാ ഇത്രയും വലിയ ഗ്രന്ഥം രചിച്ചതെന്നറിയോ? യതോ ധർമ്മ തതോ ജയ. ഇത് പറയാൻ വേണ്ടിയിട്ടാ. ധർമ്മമാണ് ജയിക്കുക. ധർമ്മം കൃഷ്ണന്റെ രൂപത്തിലാ. ഭാഗവതം തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കാണാം, നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ. ധർമ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കും ഭാഗവതം. അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മം കൃഷ്ണനാണ് എങ്കിൽ ആ കൃഷ്ണനെ, ധർമ്മത്തെ ആര് പിടിച്ചുവോ അവരെ ജയിക്കൂ ആത്യന്തികമായിട്ട്. ഇത് കാട്ടിത്തരാനാണ് മഹാഭാരതം. അപ്പം നമ്മളും എന്തു വേണം? ഈ ധർമ്മത്തെ അറിയണം, ധർമ്മത്തെ മുറുകെ പിടിക്കണം. അതിന് മഹാഭാരതത്തിൽ വ്യാസൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സഹസ്രനാമം ജപിക്കുക, മറ്റൊന്ന് ഭഗവത്ഗീത പഠിക്കുക. അല്ലേ? ഭഗവത്ഗീത മഹാഭാരതത്തിലുള്ളതാണ്, സഹസ്രനാമം മഹാഭാരതത്തിലുള്ളതാണ്. അപ്പോൾ വ്യാസൻ ഉദ്ദേശിച്ചത് 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതികോചര, എല്ലാവർക്കും ജപിക്കാം, എല്ലാവർക്കും വായിക്കാം, എവിടെ ഇരുന്നിട്ടും വായിക്കാം, എപ്പോഴും വായിക്കാം എന്നിങ്ങനെ ഒരു നിബന്ധനയും ഇല്ലാതെ നേരെയാവുമെന്ന് വിചാരിച്ച് 1.25 ലക്ഷം ശ്ലോകങ്ങൾ വ്യാസൻ എഴുതിയത്. മഹാഭാരതം രചിച്ചത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ ആരാണ് എന്ന് അറിയുക. മറ്റൊന്ന്, ആ അറിഞ്ഞ ഭഗവാന്റെ 1000 നാമങ്ങളെ ജപിക്കുക. ഇപ്പൊ മഹാഭാരതം വേദവ്യാസൻ രചിച്ചത് ഭഗവത്ഗീത പഠിക്കാനും സഹസ്രനാമം ജപിക്കാനും. പക്ഷേ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി എന്നറിയോ? ഈ പറഞ്ഞ 2 സാധനങ്ങൾ മാത്രം ആൾക്കാർക്ക് അറിയാണ്ടായി. ഇപ്പൊ തന്നെ മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കണ ആൾക്കാരുണ്ട്. സഹസ്രനാമം മഹാഭാരതത്തിലുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ അതെയോ എന്ന് അതിശയത്തോടു കൂടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. യാതൊന്നറിയാൻ വേണ്ടി മഹാഭാരതം രചിച്ചുവോ? മഹാഭാരതമൊക്കെ കേട്ടപ്പോൾ ഈ പറഞ്ഞത് മാത്രം മറന്നുപോയി. ഇപ്പൊ ഓർമ്മ എന്താ ഉള്ളത്? അല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ മഹാഭാരതം എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ? മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? വിഷ്ണു സഹസ്രനാമം ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ഭഗവത്ഗീത ഓർമ്മ വരുന്നുണ്ടോ? അതും ഇല്ല. അല്ലേ? നമുക്കൊരു ഒരു താളത്തിൽ മഹാഭാരതം എന്നുള്ളൊരു ശബ്ദം കേട്ടാൽ തന്നെ ഓർമ്മ വരും. അല്ലേ? മഹാഭാരതം എന്ന് കേട്ടാൽ അപ്പം നമുക്ക് ഓർമ്മ വരും എന്ത്? പണ്ട് TV-യിൽ കണ്ട യുദ്ധം. അപ്പം ആലോചിച്ച് നോക്കുക, ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള അടിപിടിയുടെ കഥ. സ്ഥലത്തിനു വേണ്ടിയിട്ടും കനകം മൂലം, കാമിനി മൂലം, സ്ഥലം മൂലം ഒക്കെ ഉണ്ടായ പരസ്പരമുള്ള സഹോദരന്മാർ തമ്മിലുള്ള അടിപിടിയുടെ കലഹത്തിൻ്റെ കഥ മാത്രമാണ് മഹാഭാരതം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാക്കിയത്. ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല മഹാഭാരതവും. അപ്പോഴാണ് വ്യാസൻ വല്ലാണ്ട് സങ്കടപ്പെട്ടത്. താൻ ഇത്രയ്ക്കൊക്കെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ലോകത്തെ ധർമ്മത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, അറിവ് നേടാൻ വേണ്ടിയിട്ട് താൻ ഇത്രയ്ക്കൊക്കെ മെനക്കെട്ടിട്ടും എന്തേ ലോകം നേരെയാവാത്തത്? എന്താ ഈ ലോകം ഇങ്ങനെയായത് എന്ന് ശമ്യാപ്രാസം
എന്ന തൻ്റെ ആ ബദ്രീനാഥ സമീപത്തുള്ളതായ ആശ്രമത്തിലിരുന്ന് വ്യാസമഹർഷി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വ്യാസന്റെ മുൻപിലേക്ക് നാരദം സുരപൂജിതം, സുരന്മാരാൽ പോലും ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നതായ സാക്ഷാൽ ദേവഋഷിയായ ശ്രീനാരദ മഹർഷി അവതരിക്കുന്നത്. നാരദര് വ്യാസനെ കണ്ടു. വ്യാസൻ അങ്ങോട്ടേക്ക് നാരദരോട് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്നൊന്നും പറയാൻ നിന്നില്ല. നാരദർ ഉടനെ വ്യാസനെ കണ്ട ഉടനെ ചോദിച്ചു, പരാശര്യ മഹാഭാഗ ഭവദക്കക്ഷിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ. ഹേ പരാശര്യ, പരാശരി എന്ന് വെച്ചാൽ പരാശരപുത്ര, എന്താ അങ്ങേക്ക് ദുഃഖം? അല്ല, ഈ വ്യാസന് ദുഃഖമുണ്ട് എന്നിപ്പോൾ നാരദരോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ മനസ്സിലായത്? കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ പറയാറില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട് അല്ലേ? ഒരാളുടെ മുഖം കണ്ടാൽ നമുക്ക് അറിയാം അയാളിപ്പോൾ ടെൻഷൻ അടിക്കണുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ചില ആൾക്കാരുടെ മുഖം കണ്ടാൽ ടെൻഷൻ ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കണ്ട. എന്തേ, ആ മുഖം കണ്ടാൽ കണ്ടവന് ടെൻഷൻ തുടങ്ങും. അങ്ങനെ മുഖത്ത് ടെൻഷനുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മനസ്സാണ് മുഖത്ത് പ്രതിഫലിക്കുക. വന്ന് ഇപ്പം എന്തായെന്ന് വെച്ചാൽ ആരുടെയും മനസ്സും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം മുഖത്ത് ഇങ്ങനെ ഒരു സാധനം വേണ്ടി വരണത്. അപ്പോൾ പറഞ്ഞു വരണത്, പണ്ട് പറയാറുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന്, നിങ്ങളും നീക്കണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാണ്ടായി മനുഷ്യന്മാരെ, അതുകൊണ്ട് ഇപ്പോൾ മുഖവും കാണാൻ പറ്റാണ്ടായി. അപ്പം ഏതായാലും ഇവിടെ വേദവ്യാസനോട് ചോദിച്ചു, എന്താ അങ്ങേക്ക് ദുഃഖം? ആത്മാ ശാരീര മാനസ ഏവ. 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ. മനസ്സിൻ്റെ ദുഃഖം, ശരീരത്തിൻ്റെ ദുഃഖം, പ്രകൃതി തരുന്ന ദുഃഖം. ഇതിലേത് ദുഃഖമാ അങ്ങേക്ക് എന്നാ ചോദിക്കുന്നത്. അപ്പം 3 തരത്തിലുള്ള ദുഃഖമുണ്ട്. ഇതിൽ ഒരു 2 തരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കുറേയൊക്കെ നമുക്ക് പ്രതിവിധി കണ്ടെത്താൻ പറ്റും അല്ലേ? ശരീരത്തിൻ്റെ ദുഃഖം നമുക്ക് കുറേയൊക്കെ പ്രതിവിധി കണ്ടെത്താം. സുഖില്ല എന്ന് വെച്ചാൽ ഡോക്ടറെ കാണുമോ, മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം ഒരു പരിധി വരെ. പ്രകൃതി തരുന്ന ദുഃഖം, നല്ല തണുപ്പാണെന്ന് വെച്ചാൽ ഒരു പുതപ്പെടുത്ത് പുതയ്ക്കാം, ചൂടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഫാനിടാം. പ്രകൃതി തരുന്ന ദുഃഖത്തിനും കുറേയൊക്കെ നമുക്ക് പ്രതിവിധി കണ്ടെത്താം. എന്നാൽ 3ാമത്തൊരു ദുഃഖം ഉണ്ടല്ലോ, ഇത് മനസ്സിൻ്റെ ദുഃഖം. അതാണ് വല്ലാത്തൊരു പ്രശ്നം അല്ലേ? ബാക്കി ഇനി എന്തൊക്കെ ഉണ്ടായാലും ഈ ഒരു സാധനം ഇല്ലെങ്കിലുണ്ടല്ലോ വല്ലാത്ത കുഴപ്പമാണ്. അപ്പോൾ മനസ്സിൻ്റെ ദുഃഖം അത് നേരെ ആവണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം മനസ്സിന് ദുഃഖം വന്നാൽ എന്ത് ചെയ്യും? മനസ്സിന് ദുഃഖം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ചില ആൾക്കാർ പറയുക, അതിന് മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടാൽ മതി അല്ലേ? സൈക്കോളജി എന്താ ചെന്ന് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുക, മനഃശാസ്ത്രജ്ഞന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ദുഃഖമൊക്കെ പോകുന്ന പറയാം. അപ്പോൾ ഭാഗവതം ചോദിക്കുന്നത്, ഈ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്ന ആളെ 2 മാസമായിട്ട് ഒരാളും കാണാൻ പോയിട്ടില്ല വിചാരിക്കുക, അയാൾക്ക് മനസ്സിന് ദുഃഖം സമാധാനം ഉണ്ടാവുമോ? അല്ലേ? നോക്കുമ്പോൾ അയാൾക്കും സമാധാനം ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, യാതൊരാളെ കണ്ടാൽ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നുവോ അയാൾക്കും ചില സമയത്ത് സമാധാനം ഇല്ലാണ്ടാവണുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ സമാധാനം അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? അതെന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? വേദവ്യാസൻ ചോദിച്ചത് ഇതാ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അസ്ത്യേവമേ സർവമിതം ത്വയോക്തം തഥാപി ന ആത്മാ പരുതുഷ്യതോമേ. ഹേ നാരദ മഹർഷേ, ഞാൻ ചെയ്യേണ്ട എല്ലാ ഗ്രന്ഥങ്ങളും എഴുതേണ്ടതൊക്കെ എഴുതി കഴിഞ്ഞിട്ടും എന്താ എൻ്റെ മനസ്സിനൊരു തൃപ്തിയില്ലാത്തത്? എന്താ മനസ്സിനൊരു സ്വസ്ഥത കിട്ടാത്തത്? ഇതാണ് ഇപ്പോഴത്തെ വിഷമം. അപ്പോൾ നാരദർ പറഞ്ഞു, അങ്ങ് പലതും എഴുതിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ എഴുതേണ്ടത് ചെയ്യേണ്ടത് അങ്ങിപ്പോഴും ചെയ്തിട്ടില്ല. ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്താൽ പിന്നെ നമുക്ക് മനസ്സിന് സമാധാനത്തിൻ്റെ കുറവിൻ്റെ ആവശ്യമില്ല അല്ലേ? കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ?
വീട് എവിടേക്കോ പോണ സമയത്ത് വീട് കൃത്യമായിട്ട് പൂട്ടിയിട്ട് താക്കോല് നമ്മുടെ കയ്യിലുണ്ട്. വീട് ഉറപ്പായിട്ടും പൂട്ടി എന്ന് 2 തവണ വലിച്ചിട്ടും 3 തവണ 4 അങ്ങോട്ട് തള്ളിയിട്ടും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയത് വിചാരിക്കുക. പിന്നെ നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ നമ്മൾ എവിടേക്കൊക്കെ പോയാലും ഉള്ളിൽ ഇത് തന്നെയാവും ടെൻഷൻ. അപ്പോൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ കലിയുഗത്തിലാണ് ഇത്രയും ക്ഷേത്രങ്ങൾ. നമുക്ക് മുമ്പുള്ള യുഗം ദ്വാപര യുഗം, ഇത്രയ്ക്കൊന്നും ക്ഷേത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുള്ള യുഗം ത്രേതായുഗം. ത്രേതായുഗത്തിൽ ക്ഷേത്രങ്ങൾ തന്നെ ആവശ്യമില്ല, എന്നാലും യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ ഭഗവാനെ പൂജിക്കേണ്ടി വന്നത്. അതിനും മുമ്പുള്ള യുഗം കൃതയുഗം, സത്യയുഗം. ഈ കൃതയുഗത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? അന്ന് ഭഗവാൻ ഇങ്ങനെ രൂപത്തിൽ ആരാധിക്കാനോ ക്ഷേത്രങ്ങളിൽ പോയി നമസ്കരിക്കാനോ വഴിപാട് കഴിക്കാനോ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ അറിയോ? കൃതയുഗം എന്നുള്ള ആ യുഗത്തിന് പേര് വരാൻ തന്നെ കാരണം ഭാഗവതം പറയുന്നു, കൃതകൃത്യ പ്രജാജാത്യ തസ്മാൽ കൃതയുഗം വിതു. അന്നത്തെ ആൾക്കാർ ആരായിരുന്നു? കൃതകൃത്യന്മാരായിരുന്നു. കൃതകൃത്യന്മാരെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് എന്നും ചെയ്യരുതാത്തത് ഞാൻ ചെയ്തിട്ടില്ല എന്നും ഉറപ്പുള്ള ആൾക്കാർ. അങ്ങനെ ഉറപ്പുള്ള ഒരാൾക്ക് ഒരിക്കലും മനസ്സിന് സ്വസ്ഥത പോവില്ല, ഒരിക്കലും അയാൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. അല്ലേ? നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ചെയ്യേണ്ടത് എന്തോ നമ്മൾ വിട്ടിട്ടുണ്ട്, ചെയ്യരുതാത്തത് എന്തൊക്കെയോ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുമുണ്ട്. അതുറപ്പാ. ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവശ്യമില്ലല്ലോ. എപ്പോഴും നമ്മൾ ഭയക്കുന്നത് ഈ പറഞ്ഞ കൃതകൃത്യത ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാ. അപ്പോൾ വ്യാസനോട് നാരദര് പറഞ്ഞു, അങ്ങയ്ക്ക് ഇപ്പോൾ മനസ്സിന് സ്വസ്ഥത ഇല്ലാച്ചാൽ അതിൻ്റെ അർത്ഥം അങ്ങ് ചെയ്യേണ്ട എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അയ്യോ, എനിക്കും ഇപ്പോൾ മനസ്സമാധാനം ഇല്ല, അപ്പം ഞാൻ ചെയ്യേണ്ട എന്തോ വിട്ടിട്ടുണ്ട്. എന്താ ഞാൻ ഇതുവരെ ചെയ്യേണ്ടത് വിട്ടിട്ടുള്ളത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ആലോചിച്ച് സമാധാനം കളയണ്ട. അതിനൊരു വഴിയുണ്ട്. എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് വിട്ടുപോയത് അതൊക്കെ ഇല്ലാണ്ടാവാൻ, ആ ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കുക. വ്യാസനും നാരദർ ഉപദേശിക്കുന്നത് ഇതാണ്. അങ്ങ് എല്ലാ തരത്തിലും ആ ദുഃഖത്തെ ഒക്കെ മാറ്റൂ, ഭാഗവതത്തെ രചിക്കൂ, ഈശ്വര കഥകളെ രചിക്കൂ. ബാക്കി ഇനി എത്രയ്ക്കൊക്കെ വലിയ ഗ്രന്ഥം അങ്ങ് രചിച്ചു എന്ന് വെച്ചാലും, എന്തൊക്കെ കഥകൾ അങ്ങ് പാടിയെന്ന് വിചാരിച്ചാലും അതിൽ ഭക്തി എന്നുള്ളതില്ല വിചാരിക്കുക, ഭഗവാന്റെ മഹിമ ഇല്ല വിചാരിക്കുക, അതുകൊണ്ട് ഒരു ഫലവുമില്ല. തേങ്ങയൊക്കെ നാളികേരൊക്കെ നന്നായി അരച്ച് ചേർത്തിട്ടുണ്ട്, കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുണ്ട്, കടുകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അസല് കൂട്ടാനാവുമായിരുന്നു എന്തിട്ടിട്ടില്ലെങ്കിൽ, ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ എത്രയ്ക്കൊക്കെ കൂട്ട് ശരിയായാലും ഈ ഒരു സാധനത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ മാർക്ക് പോയില്ലേ? അതുപോലെ വേദവ്യാസ 1.25 ലക്ഷം ശ്ലോകം ഉണ്ടോ വെച്ചിട്ട് കാര്യമില്ല, എത്രയ്ക്കൊക്കെ പുരാണങ്ങൾ രചിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിൽ ഭക്തി ഇല്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് ഫലമില്ല. അതുകൊണ്ട് ഭഗവാന്റെ മഹിമകളെ അങ്ങ് പാടൂ, ഭഗവാന്റെ മഹിമകളെ അങ്ങ് പാടൂ. ആ ഭഗവത് കഥകള്, ഭഗവാന്റെ ഗുണഗണങ്ങള് കേൾക്കുന്നവനെയും പാടുന്നവനെയും ഒരുപോലെ ആനന്ദിപ്പിക്കും എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഇതിനൊരനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ അനുഭവം? ആരുടെയോ അനുഭവമാണെങ്കിൽ പറയുമ്പോൾ നമുക്കതിലൊരു ആത്മാർത്ഥത വരില്ല. അപ്പോൾ നാരദര് സ്വന്തം അനുഭവമാണ് പാടിക്കൊടുക്കുന്നത്. ഭാഗവതത്തിൻ്റെ ശക്തി, ഭാഗവതത്തെ നിന്ദിച്ചാൽ അധപ്പതിക്കുമെന്നും ഭാഗവതത്തെ വന്ദിച്ചാൽ ഉയരാം എന്നും ലോകത്തിന് അനുഭവത്തിൽ കൂടി കാട്ടിക്കൊടുത്ത ഗുരുനാഥനാണ് നാരദര്. വ്യാസനോട് നാരദ മഹർഷി പറഞ്ഞു,
പൂർവ്വജന്മത്തിൽ ഞാനൊരു ദാസീപുത്രനായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഉപബർഹണൻ എന്ന പേരായ അതിസുന്ദരനായൊരു ഗന്ധർവനായിരുന്നു ഈ നാരദര്. ഉപബർഹണൻ എന്നാണ് പേര്. സുന്ദരനാണെന്ന് മാത്രമല്ല, നല്ല സംഗീതജ്ഞനാണ്, പാട്ടുപാടും. അപ്പോ ഒരിക്കല് ദേവസഭയിൽ വെച്ച് ഈ ഉപബർഹണൻ എന്നുള്ള ഗന്ധർവൻ ഗംഭീരമായിട്ട് സംഗീത കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുക. മധുരമധുരമായിട്ട് ഇദ്ദേഹം പാട്ടുപാടുമ്പോഴാണ് കുറച്ച് ഭാഗവതന്മാരായ സന്യാസിമാരങ്ങോട്ട് കയറി വന്നത്. ആ ഭാഗവതന്മാരെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു. പക്ഷേ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച ഈ ഗന്ധർവൻ മാത്രം എഴുന്നേറ്റില്ല. അങ്ങനെ ഭഗവാനെ, ഭക്തനെ, ഭാഗവതത്തെ നിന്ദിച്ചത് മൂലം അടുത്ത ജന്മം ദാസീപുത്രനായിട്ട് അവതരിച്ചു. ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. ആ ജന്മത്തിലുള്ള കഥയാണ് ഇപ്പോൾ വ്യാസനോട് നാരദര് പറയുന്നത്. 5 വയസ്സ് പ്രായമാവുമ്പോഴേക്കും അച്ഛൻ മരിച്ചു. അമ്മ മാത്രമേ ഉള്ളൂ. അടുത്തുള്ള വലിയൊരു തറവാട്, ആ വലിയ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്തിട്ടാണ് അമ്മ ഈ കുട്ടിയെ വളർത്തുന്നത്. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ തറവാട്ടിലേക്ക്, ഈ വീട്ടിലേക്ക് ചാതുർമാസ്യ വ്രതമനുഷ്ഠിക്കാനായിട്ട് കുറച്ച് സന്യാസിമാര് എത്തിച്ചേർന്നു. സന്യാസിമാര് കുറച്ചു കാലം ഒരു സ്ഥലത്തിരുന്ന് ഭഗവാനെ ഭജിക്കും. അതിനെയാണ് ചാതുർമാസ്യ വ്രതം എന്ന് പറയുക. ആ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബനാഥന്റെ നിർദ്ദേശപ്രകാരം, ആ തറവാട്ടിലെ കാരണവർ പറഞ്ഞത് പ്രകാരം സന്യാസിമാര് കുറച്ചാൾക്കാര് ആ തറവാട്ടിലേക്ക് വന്നു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ കാരണവര് അവിടെ വീട്ടിൽ ഏർപ്പെടുത്തി. അപ്പോഴാണ് അവർക്ക് രാവിലെ ഭഗവാനെ പൂജിക്കാൻ പുഷ്പങ്ങൾ കൊണ്ടുപോകണം, അവർക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവര് പൂജ കഴിഞ്ഞാൽ ആ നിവേദ്യ കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ വൃത്തിയാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വേണ്ടിവരുന്ന കണ്ടപ്പോൾ ആ തറവാടിൻ്റെ കാരണവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയോട് പറഞ്ഞു, നാളെ മുതൽ നീ വരണ സമയത്ത് എന്ത് വേണം, നിന്റെ ആ പയ്യനെ കൂടി, നിന്റെ കുട്ടിയെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കോളൂ, അവനിവിടെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോണ സമയത്ത് അമ്മ എന്നെയും കൂട്ടിയിട്ടാണ് പോയത്. 5 വയസ്സാണ് എനിക്ക് പ്രായം. അവിടെ എത്തിയപ്പോൾ ആ കാരണവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ നാളെ മുതൽ, ഇന്ന് മുതൽ അവർക്ക് സന്യാസിമാരെ നീ വേണം ശ്രദ്ധിക്കാൻ. സന്യാസിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതാ ഈ കുട്ടിയോട് പറഞ്ഞാൽ മതി, ഇവൻ ചെയ്തു തരും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഈ സന്യാസിമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കലാണ് എൻ്റെ ജോലി. അവർക്ക് പൂക്കൾ പറിച്ചു കൊടുക്കുക, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മാല കെട്ടി കൊടുക്കുക, അവർക്ക് നിവേദ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വൃത്തിയാക്കി കൊടുക്കുക. ഇങ്ങനെ ആ സന്യാസിമാരെ സേവിക്കാൻ തുടങ്ങി ഞാൻ. പ്രഭാതത്തില് ബ്രാഹ്മമുഹൂർത്തത്തില് കുളിച്ച് ആ സന്യാസിമാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രദോഷം വരെ, സന്ധ്യ കഴിയണത് വരെ ആ സന്യാസിമാരുടെ ഒപ്പം അങ്ങനെ കഴിയാൻ തുടങ്ങി. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി എന്നറിയോ, എന്തോ മനസ്സിന് വല്ലാത്തൊരാനന്ദം. ആ സന്യാസിവര്യന്മാരുടെ, ആ ഭാഗവതന്മാരുടെ ഇടയിൽ കൂടിയിട്ട് നടക്കുമ്പോൾ, അവരുടെ അടുത്തിരിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്തൊരാനന്ദം. അന്യത്രസ്യാൽ രതിക്കൊച്ചിൽ, ഇങ്ങനെ ഒരു സുഖം വേറെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നു മാത്രല്ല, ആ സന്യാസിമാരുടെ മുഖം കാണുമ്പോൾ തന്നെ, അവരുടെ ഒരു ചിരി കാണുമ്പോൾ തന്നെ, അവരുടെ ഒരു സാമീപ്യം കൊണ്ട് തന്നെ, അവരുടെ ഒരു സ്പർശനം കൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ഒരു ധന്യത ആ 5 വയസ്സുള്ള കുട്ടിക്ക് അനുഭവിക്കാൻ പറ്റി. പിന്നെ വേറൊന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചു വന്ന്, ഈ സന്യാസിമാരുണ്ടല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ടേ വർത്തമാനം പറയുള്ളൂ. അവര് ഒരു പ്രാരബ്ധമുള്ള വാക്ക് പുറത്തേക്ക് പറയണത് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഈ മതിലിൻ്റെ പുറത്തുള്ള ആൾക്കാരെ നോക്കിയപ്പോഴോ ചിരിച്ചിട്ടുള്ള ഒരു മുഖവും കാണാനില്ല. എന്ന് മാത്രല്ല, ആരോടെങ്കിലും വായ തുറന്ന് വർത്തമാനം പറയാച്ചാൽ പറയണത് മുഴുവൻ പ്രാരബ്ധവും.
അപ്പം ഈ സന്യാസിമാർക്ക് എന്താ ഇങ്ങനെ ഒരു ആനന്ദം, ഇവർക്ക് എവിടുന്നാ ഇത്രയ്ക്ക് വലിയൊരു ആനന്ദം കിട്ടുന്നത് എന്നായി എൻ്റെ ചിന്ത. ഈ ലോകത്തിൽ മറ്റുള്ള സാധാരണക്കാർക്കൊന്നും കിട്ടാത്ത സുഖവും ആനന്ദവും ഈ സന്യാസിമാർക്ക് ആരാ കൊടുക്കുന്നത്? എവിടുന്നാ ഇത് കിട്ടുന്നത്? അല്ലേ? ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരു വലിയ ധനികൻ ഹിമാലയത്തിൽ ഒരു ഗുഹയിലുള്ള സന്യാസിയെ ചെന്ന് നമസ്കരിച്ചു. വലിയ യോഗിയാണ് എന്നറിഞ്ഞിട്ടാണ് ഇയാൾ പോയത്. ചെന്ന് ആ സന്യാസിയെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം അതൊന്നും അറിഞ്ഞില്ല, കണ്ണടച്ചങ്ങനെ ഇരിക്കുക. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. അപ്പോഴാണ് ഒരു വിദ്വാൻ മുമ്പിൽ നമസ്കരിച്ച് കിടക്കുന്നത് കണ്ടത്. ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോൾ ഈ ധനികൻ പറഞ്ഞു, എനിക്ക് ഒരു സാധനം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്താ സാധനം? അത് സ്പർശമണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്താ സ്പർശമണി എന്ന് പറഞ്ഞാൽ, ആ സ്പർശമണി ഏതിലേക്ക് സ്പർശിക്കുന്നുവോ അത് സ്വർണമായിട്ട് മാറും അത്രേ. ഇപ്പോൾ ഈ മൈക്ക് സ്റ്റാൻഡിനെ മുട്ടിക്കഴിഞ്ഞാൽ ഇത് സ്വർണത്തിൻ്റെ സ്റ്റാൻഡായിട്ട് മാറും. അങ്ങനൊരു രത്നം വലിയ വലിയ യോഗീശ്വരന്മാരുടെയൊക്കെ അടുത്തുണ്ട്, ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വേണം. സ്പർശമണി ഉണ്ടോ കയ്യിൽ? ചോദിച്ചപ്പോൾ ഈ സന്യാസി പറഞ്ഞു, ദാ ആ മൂലയ്ക്ക് കിടക്കണ സാധനം. നോക്കുമ്പോൾ ആ സന്യാസിയുടെ ഗുഹയുടെ ഒരു മൂലയിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കട്ടെ? ഓ, എടുത്തോളൂ. ഇയാൾക്കുണ്ടായ ഒരു സന്തോഷം, ഓടിപ്പോയി ആ സ്പർശമണി എടുത്തു, ഗുഹയെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഏതിലാ മുട്ടിക്കുക? അപ്പോൾ ഒരു കല്ല് കണ്ടു, അതിന് പോയി മുട്ടിച്ചു. അപ്പോഴേക്കത് സ്വർണ്ണായി. അപ്പോൾ തോന്നി പോരാ, ഇതിനപ്പുറത്തൊന്നും കൂടി ഉണ്ടല്ലോ. ആ കല്ലിനും കൊണ്ടുപോയി മുട്ടിച്ചു, അത് സ്വർണ്ണായി. അതിനപ്പുറത്ത് വേറൊരു മരക്കമ്പുണ്ടായിരുന്നു, അതിന് മുട്ടിച്ചു, അത് സ്വർണ്ണായി. ഇങ്ങനെ കണ്ണിൽ കണ്ട സാധനങ്ങളിലൊക്കെ ഈ സ്പർശമണി കൊണ്ടുപോയി മുട്ടിച്ച് അതൊക്കെ സ്വർണ്ണമാക്കി മാറ്റി 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 കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ധനികന്, അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു മാറ്റം തോന്നിയത് മനസ്സിന്. അല്ല, ഇത്രയ്ക്കൊക്കെ സമ്പത്ത് നൽകാൻ കഴിവുള്ള ഈ ഒരു സ്പർശമണി കയ്യിലുണ്ടായിട്ടും കഷ്ടിച്ച് ഒരു കോണകം പോലെയുള്ള ഒരു സാധനേ ആ സന്യാസി കൊടുത്തിട്ടുള്ളൂ. ഇയാൾ എന്താ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഈ സ്പർശമണി കൊണ്ട് കിട്ടുന്ന ഈ സമ്പാദ്യത്തിനും അപ്പുറം എന്തോ ഒരു സുഖം ആ സന്യാസിക്ക് വേറെ എവിടുന്നോ കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ ധനികൻ എന്ത് ചെയ്തു എന്നറിയോ? വേഗം വന്ന് ആ സ്പർശമണി സന്യാസിയുടെ മുമ്പിൽ അവിടെ വെച്ചിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതല്ല വേണ്ടത്. പിന്നെ എന്തേ വേണ്ടത്? എനിക്ക് വേണ്ടത് ഈ സ്പർശമണി എന്നുള്ള സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അതിനെ മൂലയ്ക്ക് മാറ്റിവെച്ച് കണ്ണടച്ചങ്ങിരുന്ന് വേറെ ഏതോ ഒരു രത്നത്തിനെ ധ്യാനിക്കണില്ലേ? ഈ സ്പർശമണിയേക്കാൾ, ഈ രത്നത്തേക്കാൾ സുഖം കിട്ടുന്ന വേറെ ഏതോ ഒരു രത്നത്തെ നിങ്ങൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കുന്നുണ്ട്. ഇതിനേക്കാൾ സുഖം ആ രത്നത്തിനുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങ് ഇതുണ്ടായിട്ടും വേണ്ടാന്ന് വെച്ചിട്ട് അതിന് പോയത്? എനിക്ക് വേണ്ടത് ഈ രത്നമല്ല, പിന്നെയോ അങ്ങ് കണ്ണടച്ച് ധ്യാനിക്കുന്ന ആ രത്നാണ് എന്ന് പറഞ്ഞപ്പോഴാണത്രേ ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗനായൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം വന്ദാമഹേ യാദവവംശരത്നം. ആ കൃഷ്ണരത്നത്തെ, ആ ഭഗവാനാകുന്നതായ രത്നത്തെ, ഭക്തിയെ കൊടുത്തത്. അപ്പോ സന്യാസിമാര് എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോ 5 വയസ്സുകാരനായ ആ കുട്ടിക്ക് തോന്നി, ഇവരെങ്ങനെ സന്തോഷിക്കണത്? ആരാ ഇവർക്ക് ഈ സന്തോഷം കൊടുക്കുന്നത്? അപ്പോഴാണ് അവര് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നുണ്ട്, ചില ഹോമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നു മാത്രല്ല പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശ. ഈ സന്യാസിമാരുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്നാൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളുണ്ട്. ആരാത്?
വെറുതെ ഇരുന്നാൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരാൾ മനസ്സ് അല്ലേ. ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നറിയോ? അമേരിക്കയിലുള്ള മകൻ്റെ മകളുടെ ഭാര്യയുടെ മകൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനെ കുറിച്ചിട്ടോ അമ്മയെ കുറിച്ചിട്ടോ ടെൻഷൻ അടിപ്പിക്കും. ഒരാവശ്യമില്ല അല്ലേ. ഇവിടെ ഇരുന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ എന്തോ, ഇങ്ങനെ നമ്മളെ വേവലാതി പിടിക്കണ ഈ മനസ്സുണ്ടല്ലോ. ഇപ്പം ഈ മനസ്സിന് എന്ത് വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു ഭൂതം വന്നു എന്നും, ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി, അടുത്ത പണി കഴിഞ്ഞാൽ അടുത്ത പണി. എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ നമ്മളെ വിഴുങ്ങും. അവസാനം എന്താ തിരമാല എണ്ണാനോന്നോ ഒക്കെ അയച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ മനസ്സിൻ്റെ കാര്യം. അപ്പോൾ ഈ മനസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ സന്യാസിമാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരുടെ ഹോമവും അവരുടെ ധ്യാനമൊക്കെ കഴിഞ്ഞാൽ അവർ ഭഗവാന്റെ കഥകൾ അങ്ങനെ പാടാൻ തുടങ്ങും. അപ്പം ആദ്യമൊക്കെ ഞാൻ 5 വയസ്സുള്ള കുട്ടിയല്ലേ, ചെന്നിരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല. കാരണം ഇവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, കട്ടിയായിട്ടുള്ള വേദാന്തമായ വാക്കുകളാണ്. മണ്ണ്, കുടം, കയറ്, പാമ്പ്, ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. മണ്ണും കുടവും എനിക്ക് മനസ്സിലായി, പക്ഷേ അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പാമ്പിനെയും കയറിനെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. കാരണം അവർ പറയുന്നത് വേദാന്തമാണ്, വേദാന്ത രഹസ്യമാണ് അവർ പറയുന്നത്. 5 വയസ്സുള്ള എനിക്കത് തലേ കയറുമോ അല്ലേ? 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് വലിയ CA പഠിക്കണ കണക്ക് കൊടുത്തിട്ട് ചെയ്യൂന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ആ സന്യാസിമാർക്ക് എന്നോടൊരു കാരുണ്യം. അനുഗ്രഹേണാശൃണവം മനോഹര. ഭാഗവതന്മാരായ സന്യാസിമാർക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് കേൾക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പൊ എന്തു വേണം? കേൾപ്പിച്ചു കൊടുക്കണം. എങ്ങനെ കേൾപ്പിച്ചു കൊടുക്കണം? മനോഹര, മനസ്സിനെ ഹരിക്കുന്നതായ രീതിയിൽ, മനസ്സിനെ അപഹരിക്കുന്നതായ രീതിയിൽ മനോഹരമായിട്ട് വേണം പാടിക്കൊടുക്കാൻ, മനോഹരമായിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. 5 വയസ്സുള്ള കുട്ടിക്ക് മുമ്പിൽ വേദാന്ത തത്വം അത് മനോഹരമായിട്ട് പാടിക്കൊടുക്കണം. അപ്പൊ എന്തു വേണം? ആ വേദാന്തത്തിന്, ആ പരമതത്വത്തിന് ഈ സന്യാസിമാരെന്ത് ചെയ്തു എന്നറിയോ? ഒരു മയിൽപ്പീലി, ഒരു ഓടക്കുഴല്, ഒരു പട്ടുകോണകം, ഒരു പൊഞ്ചിലമ്പ് ഒക്കെ അങ്ങ് ധരിപ്പിച്ചു. അപ്പൊ എന്തായി? യാതൊരു തത്വത്തെയാണോ ഇത്ര സമയം തലയിൽ കയറണില്ല വിചാരിച്ച 5 വയസ്സുള്ള കുട്ടി ഇരുന്നത്, ഇപ്പൊ ആ കുട്ടിക്കുണ്ടല്ലോ വളരെ പെട്ടെന്ന് ആ പരമതത്വത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ കൃഷ്ണകഥകളെ പാടി, ഭഗവാന്റെ കഥകളെ പാടി 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 ആ കുട്ടിയുടെ ഉള്ളില് ഭക്തി എങ്ങനെ നിറയ്ക്കാൻ തുടങ്ങി സന്യാസിമാര്. പിറ്റേ ദിവസം മുതലുണ്ടല്ലോ, ഹേ വേദവ്യാസ, അവര് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അവര് വന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുവരൂ, അത് നേരെയാക്കി തരൂ, അത് മാല കെട്ടിത്തരൂ എന്നൊക്കെ പറഞ്ഞ് അവർ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാറുള്ളൂ. അടുത്ത ദിവസം അവർ വരുന്നതിന് മുമ്പേ എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തിട്ട് അവരുടെ മുമ്പിൽ ചെന്നിരിക്കും. എന്തിനറിയോ? ഭഗവാന്റെ കഥ കേൾക്കാൻ. അങ്ങനെ വാസുദേവ കഥാരുചി. ഈ ലോകത്തില് കേൾക്കാൻ ഇഷ്ടം പോലെ കഥകൾ വേറെയുണ്ട് അല്ലേ? ഇപ്പൊ ഭാഗവതം തന്നെ കേൾക്കണം എന്നുണ്ടോ? കഥ കേൾക്കാനാണോ വെച്ചാൽ വേറെ എത്ര കഥകൾ ഇപ്പോൾ ഉണ്ട്, കേൾക്കാനുണ്ട്, വായിക്കാനുണ്ട്, കാണാനുണ്ട്. പക്ഷേ ആ കഥകളൊന്നും നമ്മുടെ മനസ്സിന് സമാധാനം തരുമെന്ന് വിചാരിക്കണ്ട അല്ലേ? അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത ടെൻഷൻ. വയസ്സായി, വീട്ടിൽ വേറെ ആരുമില്ല, മക്കളൊക്കെ 4 ഭാഗത്താണ്. അപ്പം അച്ഛനും അമ്മയും ടെൻഷൻ അടിക്കണുണ്ടെന്ന് കണ്ടപ്പോൾ മക്കൾ എന്ത് ചെയ്തു വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും ടെൻഷൻ മാറ്റാൻ ഒരു TV വാങ്ങിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, TV കണ്ടാൽ മതി, ടെൻഷൻ മാറും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ സന്ധ്യക്കുള്ള നാമം ജപമൊക്കെ കുറച്ച് നേരത്തെ ആക്കി. ഇവര് നേരത്തെ നാമം ജപമൊക്കെ തീർത്ത് വെച്ച് TV-യുടെ മുമ്പിലിരുന്നു. എന്തിന്? ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്.
ഒരു മാസം കൃത്യം ടൈം ടേബിൾ പോലെ സന്ധ്യക്കങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഓരോ കഥകൾ അങ്ങനെ ഉണ്ടല്ലോ ടി വിയിൽ, അതങ്ങനെ കണ്ടു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്തായി? ടെൻഷൻ പോയോ? ഇല്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്തായി എന്നറിയോ? ഇത്രകാലം മക്കളെക്കുറിച്ച് ഓർത്തിട്ടേ ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ, സ്വന്തം മക്കളെക്കുറിച്ച് ഓർത്തിട്ടേ ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 7 മണി മുതൽ 7:30 വരെയുള്ള മക്കളെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ, 7:30 മുതൽ 8 മണി വരെയുള്ള അമ്മയെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ, 8 മണി മുതൽ 8:30 വരെയുള്ള അമ്മായിയമ്മയെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ, 8:30 മുതൽ 9 മണി വരെയുള്ള കൂട്ടുകാരനെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ. ഇങ്ങനെ ടെൻഷൻ ഇപ്പോൾ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈശ്വര കഥകൾ കേട്ടിട്ട് ഒരാൾ ടെൻഷൻ അടിക്കുന്നു എന്ന് ഇതുവരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലേ? ഞാനിപ്പോൾ കുറച്ച് കാലമായി സപ്താഹ യജ്ഞത്തിനൊക്കെ പോകുന്നു. ഇന്ന് വരെ എന്നോടൊരാൾ വന്നിട്ട് കൃഷ്ണൻ്റെ കഥ കേട്ടിട്ട് എനിക്ക് ടെൻഷനായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഭഗവത് കഥകൾ കേട്ട്, ശ്രീകൃഷ്ണ കഥകൾ കേട്ട് എല്ലാ ദുഃഖങ്ങളും ഞാൻ മറന്നു എന്ന് എത്രയോ സജ്ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുഗ്രഹേണ ശൃണവം മനോഹര, ഇത് തന്നെയാണ് ഭഗവത് കഥകളുടെ മഹാത്മ്യവും മാധുര്യവും. 5 വയസ്സുള്ള എനിക്ക് അന്ന് ആ സന്യാസിമാർ പാടിത്തന്നതായ ഭഗവാന്റെ കഥകൾ അത് എത്ര കേട്ടാലും മതിവരണില്ല. എന്നു മാത്രല്ല, ആ കഥകളിൽ കൂടി അവരിതാ എൻ്റെ ഉള്ളിൽ ഭക്തി അങ്ങനെ നിറച്ചു. ഭക്തി നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആ സന്യാസിമാരിതാ അവരുടെ ആ ഭസ്മസഞ്ചയും രുദ്രാക്ഷമാലയും കാഷായ വസ്ത്രമൊക്കെ കൂടി ഭാണ്ഡത്തിലാക്കി പുറപ്പെട്ടു നിന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ചാതുർമാസ്യ വ്രതം കഴിഞ്ഞ സന്യാസിമാര് പോവുകയാണ്. ആ സന്യാസിമാര് വ്രതം കഴിഞ്ഞ് പോകുന്നു എന്നുള്ള ആ ഒരു സമയമെത്തിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേവലാതി, നാളെ മുതൽ എനിക്ക് ആര് ഭഗവാന്റെ കഥ പറഞ്ഞു തരും? നാളെ മുതൽ എനിക്ക് എങ്ങനെ കൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ പറ്റും എന്നിങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ആ 5 വയസ്സുകാരനായ കുട്ടി സന്യാസിമാരുടെ മുമ്പിൽ ഇതാ, സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. വീണ് ആ സന്യാസിമാരെ എങ്ങനെ നമസ്കരിച്ചു. കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരോടെ ആ സന്യാസിമാരുടെ മുമ്പിൽ നമസ്കരിച്ചപ്പോൾ അവർക്ക് എൻ്റെ വിഷമം മനസ്സിലായി. ശക്രുകൃപാം യദ്യപി തുല്യദർശന, കാരണം അവർക്ക് എല്ലാവരും തുല്യന്മാരാ. ഭാഗവതന്മാരായ ആ ഋഷീശ്വരന്മാർക്ക് മുൻപിൽ പണ്ഡിതൻ പാമരൻ എന്നുള്ളതായ വ്യത്യാസമില്ലല്ലോ. 5 വയസ്സുള്ളതായ എൻ്റെ ഉള്ളിൽ ഭഗവാന്റെ കഥ ഞാൻ എങ്ങനെ കേൾക്കും, ഭഗവാനെ ഞാൻ ഇനി എങ്ങനെ ആര് എനിക്ക് ആശ്രയിക്കാനുണ്ട് എന്നുള്ളതായ ഭാവത്തിൽ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആ സന്യാസിമാരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തന്ന കഥകളുണ്ടല്ലോ അതിങ്ങനെ മനസ്സിലാലോചിക്കുക. അല്ലേ? നല്ല ശ്രോതാക്കളുണ്ടല്ലോ പശുക്കളെ പോലെയാണെന്ന് പറയും. എന്താ പശുവിൻ്റെ സ്വഭാവം? പകല് മുഴുവൻ കഴിക്കും, പിന്നെയോ രാത്രി ആയിക്കഴിഞ്ഞാൽ അത് തേട്ടിക്കൊണ്ടുവന്ന അതിങ്ങനെ അരക്കണത് കാണാം. അല്ലേ? അപ്പം ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, പിന്നെ എന്തു വേണം? ഈ കേട്ടതിനെ ഇടയ്ക്കൊന്ന് ആലോചിക്കുക. ഇയാൾ പറഞ്ഞതൊക്കെ കറക്റ്റാണോ? അല്ലേ? ഇയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് ഇടയ്ക്കൊന്ന് ആലോചിക്കും കൂടെ വേണം. പിന്നെ ഒരു ശ്രോതാക്കളുണ്ട് പശുവിൻ്റെ തൊട്ട് താഴത്ത്, ആടുകളെ പോലെയുള്ള ശ്രോതാക്കൾ. ആടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആട് ഇവിടുന്ന് ഒരു കടി കടിക്കും, പിന്നെ അപ്പുറത്തുനിന്ന് ഒരു കടി കടിക്കും, പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു കടി കടിക്കും. ഇങ്ങനെ കുറച്ച് ഇവിടുന്ന് കേൾക്കും, കുറച്ച് അവിടുന്ന് കേൾക്കും, ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണ ആൾക്കാർ. അതുപോലെയൊന്നും ആവരുത്. ഇപ്പം ശ്രോതാക്കൾ പലതരത്തിലുണ്ട്. ഏതായാലും ഇവിടെ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംകർഷണായ ച. ഭഗവാനെ ഉപാസിക്കാനുള്ള മന്ത്രം കൂടി ആ സന്യാസിമാര് ഉപദേശമായി 5 വയസ്സുള്ള കുട്ടിക്ക് കൊടുത്ത് അനുഗ്രഹിച്ചവിടുന്ന് യാത്രയായി. പിറ്റേ ദിവസം ആ സന്യാസിമാര് ഉണ്ടായിരുന്ന സമയത്ത് എത്ര മണിക്ക് താൻ ഉണർന്നുവോ അതേ സമയമാകുമ്പോൾ ഇതാ അറിയാതെ ഉണരും.
അറിയാതെ ഉണർന്നു കഴിഞ്ഞാലോ പിന്നെ ഉറക്കൊന്നുമില്ല. എന്നാ പിന്നെ കണ്ണടച്ചിരിക്കാം. നിദ്രാസമാധിസ്ഥിതി അല്ലേ? ഏതായാലും ഉണർന്നു കഴിഞ്ഞു, അത് ആ കുട്ടി എന്ത് ചെയ്യും? പതുക്കെ കണ്ണടച്ച് ഭഗവാനെ ചിന്തിക്കും. അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോഴാണ് അമ്മയുടെ വിളി ഉണ്ടാവുക. അമ്മ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ ഹൃദയത്തിൽ കണ്ടു വരുന്ന ആ ഭഗവാനെ അങ്ങ് മറന്നുപോകും. അപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായി, ഭഗവാനെ അങ്ങയെ ഒന്ന് സമാധാനമായിട്ട് ഹൃദയത്തിൽ ചിന്തിക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ. അപ്പോഴാണത്രേ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായത്. സന്ധ്യാസമയത്ത് പശുവിനെ കറക്കാൻ പോയ അമ്മയെ ഒരു വിഷസർപ്പം ദംശിച്ചു. അമ്മ മരിച്ചു. അമ്മ മരിച്ചു എന്ന് വെച്ചാൽ കരയല്ലേ വേണ്ടത്, സങ്കടമൊക്കെ ഉണ്ടായി. പക്ഷേ അനുഗ്രഹം മന്യമാന, തൻ്റെ ജീവിതത്തിൽ വന്ന ആ മഹാദുഃഖത്തെയും ഭഗവാന്റെ പ്രസാദമായി കണ്ട് സമാധാനിച്ചു. ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ഭഗവാനെ സേവിക്കാം. അങ്ങനെ കാട്ടിൽ ചെന്ന് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ സേവിച്ച് ഇരുന്നതിൻ്റെ ഗുണമാണ് വേദവ്യാസ ഇന്ന് ലോകം മുഴുവനിതാ ഈ ശ്രുതി മീട്ടിക്കൊണ്ട് നാമം ജപിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുന്നത്. ആനന്ദത്തോടു കൂടിയിട്ട് ഈ ലോകത്തിൽ മുഴുവനിതാ ഹരികഥ പാടാൻ എനിക്ക് സാധിക്കുന്നത് അന്ന് ആ സന്യാസിമാർ തന്ന ഉപദേശത്തിൻ്റെ ഭാഗവതത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് അങ്ങ് ഭാഗവത കഥകളെ രചിക്കൂ, അങ്ങ് ഭാഗവതത്തെ രചിക്കൂ എന്ന് ആ നാരദ മഹർഷി വേദവ്യാസന് അനുഗ്രഹം കൊടുക്കുന്നതും നാരദപാദത്തിലേക്ക് നമസ്കരിച്ച് ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തിലിരുന്ന് വ്യാസൻ ഭാഗവതം രചിക്കാനായി ആരംഭിക്കുന്നു. പാണ്ഡവ ഭക്തിയെ പാടിക്കൊണ്ട്. ആ രംഗങ്ങൾ നമുക്കടുത്ത പ്രഭാഷണത്തിൽ അനുസ്മരിക്കാം.